സുരേഷ് ബാബു വക്കീലെ, ഇപ്പോൾ കർണാടക വനം മന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് ഈ തണ്ണീർക്കൊമ്പനെ ബ്രാൻഡ് ചെയ്തത് ശരിയായില്ല, ആനകളെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ എന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ല, കർണാടകത്തിൻ്റേത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിച്ചയച്ചത് ശരിയായില്ല, നമ്മുടെ ശശീന്ദ്രൻ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിയാത്മകമായ ഇടപെടൽ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതിനായിരിക്കണം വനം മന്ത്രി മുൻകൈ എടുക്കേണ്ടത്. എൻ്റെ അഭ്യർത്ഥന കൂടി ഒന്ന് പരിഗണിക്കണം താങ്കൾ. അഡ്വക്കേറ്റ് സുരേഷ് ബാബു. തീർച്ചയായിട്ടും ശ്രീ അനിൽ നമ്പ്യാർ, നാളെ തന്നെ ഞാൻ മന്ത്രിയെ കാണാൻ സാധ്യതയുണ്ട്. ആ സാധ്യത ഉപയോഗപ്പെടുത്തി ഈ അഭ്യർത്ഥന കൊടുക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്ന ഒരാളാണ്. അത് കർണാടകത്തിൻ്റെ ആന, തമിഴ്നാട്ടിൻ്റെ ആന, കേരളത്തിൻ്റെ ആന എന്നൊന്നും ബ്രാൻഡ് ചെയ്യുന്നതിനോടൊന്നും യോജിക്കുന്ന ഒരാളല്ല. ഇത് പക്ഷേ സമഗ്രമായ ഒരു അന്വേഷണം വേണം. നേരത്തെ ഒരു മാന്യദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാട്ടാന നാട്ടിലിറങ്ങിയാൽ അതിനെ പിടിച്ച് നാട്ടാനയാക്കി മാറ്റി നാട്ടാനയുടെ എണ്ണത്തിലെ കുറവ് പരിഹരിക്കണമെന്ന നിർദ്ദേശത്തിനോടും ഞാൻ യോജിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ നിയമം അത് അനുവദിക്കുന്നില്ല. അത് നിയമത്തിൽ ഭേദഗതി വരുത്തണം. അതൊരു സെൻട്രൽ ആക്റ്റാണ്. സെൻട്രൽ ആക്റ്റിലെ ഭേദഗതിയിലൂടെ മാത്രമേ ഇത്തരമൊരു പരിവർത്തനത്തിന് സാധ്യതയുള്ളൂ. പക്ഷേ നല്ലൊരു പരിഹാര മാർഗമാണ്. ഇവിടെ ധാരാളം ആനയെ പ്രേമികളുണ്ട് കേരളത്തിൽ. അവർക്കൊക്കെ ഒരു ആന എന്നുള്ളത് ഒരു ഐശ്വര്യത്തിൻ്റെ, പ്രൗഢിയുടെ ഒക്കെ ആണ്. ആനയുള്ള വീട്ടിൽ BMW കാറുള്ള പോലെ ആന എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൗഢിയുടെയും കൂടി ലക്ഷണമാണ്. അതുകൊണ്ട് അതിനൊക്കെ തയ്യാറുള്ള ജനങ്ങളുണ്ട്. അത് കൊടുക്കാൻ പറ്റുന്ന നിയമം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി കൂടി, അല്ലെങ്കിൽ ഒരു ശ്രമം കൂടി നമ്മളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം. ശ്രീ അനിൽ നമ്പ്യാരുടെ നിർദ്ദേശം കഴിയുമ്പോഴേക്കും നാളെ തന്നെ മന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് ഞാൻ താങ്കൾക്ക് ഉറപ്പ് നൽകുന്നു.